നാളെ സൺഡേ ആയതുകൊണ്ട് ഇന്ന് എന്തായാലും വീട്ടിലേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചു. ക്രിസ്മസ് കഴിഞ്ഞ് ഉടനെ ഒന്നും വീട്ടിലേക്ക് പോകാൻ പറ്റിയിട്ടില്ലേ. അപ്പോൾ ഇവിടുന്ന് നമ്മുടെ രാവിലെ 7:50 ആലപ്പുഴ വണ്ടി പിടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 7:30 ആയപ്പോൾ തൊട്ട് റെയിൽവേ സ്റ്റേഷൻ നിൽക്കുകയാണ്. 7:50 ആയപ്പോഴത്തേക്കും വണ്ടി വന്നു. നമ്മൾ ഓടിപ്പാഞ്ഞ് സീറ്റിലൊക്കെ കയറി. ഇഷ്ടംപോലെ സീറ്റ് ഉണ്ടായിരുന്നു. കുറച്ച് നേരം അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഞാൻ എണീറ്റ് ഡോണിൻ്റെ സീറ്റിൽ വന്ന് നിന്നു. അപ്പോൾ കുറേ നാളിന് ശേഷം ആഫ്റ്റർ എ ലോങ് ടൈം ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് ആര്യ ഹിയർ. നമ്മൾ ഇന്ന് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു 1 ഡേ എൻ്റെ വീട്ടിൽ ഞാൻ എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എഞ്ചിനിൽ നിന്നൊരു 3ാമത്തെ കമ്പാർട്ട്മെൻറ്റിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് സ്റ്റേഷൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ. എന്നെ വീട്ടിൽ നിന്ന് വിളിക്കാൻ എൻ്റെ ചേട്ടനാണ് വന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. റോഡിലിറങ്ങിയിട്ട് കുറച്ച് നടക്കാനുണ്ട് എൻ്റെ വീട്ടിലേക്ക്. ഇതാണ് എൻ്റെ വീട്. വീട്ടിൽ എന്നെ സ്വാഗതം ചെയ്തത് ആദ്യം തന്നെ എൻ്റെ ഗാർഡനിലുള്ള എൻ്റെ പൂക്കളാണ്. എൻ്റെ കയ്യിൽ നിന്ന് കുറേ കളക്ഷൻസൊക്കെ നഷ്ടപ്പെട്ടു പോയി. പക്ഷേ വാട്ടർ ലില്ലീസൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ സ്വന്തം അന്നക്കുട്ടി വിരിഞ്ഞ് നിൽപ്പുണ്ട്. തൊട്ടിപ്പുറത്ത് ക്രീപ്പർ ജാക്കി നിറയെ പൂക്കളും മുട്ടൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. എല്ലാം വിരിയട്ടെ, നിറയെ പൂക്കൾ ഉണ്ടാവട്ടെ, എങ്ങും പരിമളം പറക്കട്ടെ, സന്തോഷം നിലനിൽക്കട്ടെ. അങ്ങനെ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടെ എൻ്റെ വീട്ടിൽ സ്വന്തം എന്നെക്കാളും വീട്ടിലെല്ലാവർക്കും സ്നേഹമുള്ള ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്. വേറെ ആരുമല്ല, ഞങ്ങളുടെ സ്വന്തം ലോഫി കുട്ടിയാണ്. ഇവിടെ കുറേ നാളിന് ശേഷം എന്നെ കാണുന്ന പോലെ നോക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച വന്നിട്ട് ഞാൻ പോയതാണ്. അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് മാറുന്ന കാണണം. അവിടെ ഞങ്ങൾ യൂസ് ചെയ്തിരുന്ന പാത്രങ്ങളിൽ കുറേയധികം പാത്രങ്ങളും ചുമന്നുകൊണ്ടാണ് ഞാൻ വീട്ടിലേക്ക് വന്നത്. അങ്ങനെ നേരെ അടുക്കളയിലേക്ക് ചെല്ലാൻ നേരത്ത് അമ്മയുടെ നല്ല അടിപൊളി കടലക്കറിയും തൊട്ടിപ്പുറത്ത് നല്ല ചൂട് ഇടിയപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ കഴിച്ചിട്ടാകാൻ ബാക്കി കാര്യങ്ങളെന്ന് വിചാരിച്ചു. അമ്മാതിരി വിശപ്പിൻ്റെ വിളി ഉണ്ടായിരുന്നു. രാവിലെ ഒന്നും കഴിക്കാതെ വന്നത്. അങ്ങനെ ഇടിയപ്പവും കടലക്കറിയൊക്കെ ഫിനിഷ് ചെയ്തിട്ട് ഞാൻ വീണ്ടും വെളിയിലേക്ക് ഇറങ്ങി. കുറച്ച് ചെടികൾ ഒന്ന് റീപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു. മെയിനായിട്ട് അടിയനുമൊക്കെ ഒന്ന് റീപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു നഴ്സറിയിൽ പോയിട്ട് ഒരു ഫ്ലവർ ഷോപ്പിൽ പോയിട്ട് കുറച്ച് പ്ലാന്റ്സിന് വേണ്ടിയിട്ടുള്ള വളങ്ങൾ വാങ്ങാമെന്ന് വിചാരിച്ചു. വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ഇതാണ് ആ ഷോപ്പ്. ഞാൻ അവിടെ നിന്ന് കുറച്ച് ചകിരിച്ചോറ്, ചാണകപ്പൊടി, പിന്നെ അത്യാവശ്യം വേണ്ട എല്ലുപൊടി, അങ്ങനെ കുറച്ച് വളങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ എനിക്കൊരു സ്പ്രേയർ വേണമായിരുന്നു. ഇപ്പോൾ പെസ്റ്റിസൈഡും ഫംഗിസൈഡൊക്കെ സ്പ്രേ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അങ്ങനെ അവിടെ നിന്ന് നേരെ തിരിഞ്ഞ് നോക്കുമ്പോൾ കുറേ ബൊഗൈൻ വില്ലാസ് നിൽക്കുന്നുണ്ടോ. എനിക്ക് വാങ്ങണം എന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ബജറ്റ് അതിന് അനുവദിക്കാത്തതുകൊണ്ട് ഞാൻ ബൊഗൈൻ വില്ലയുടെ ഭംഗി മാത്രം ആസ്വദിച്ചിട്ട് തിരിച്ചു പോന്നു. അങ്ങനെ നഴ്സറിയിൽ നിന്ന് നമ്മൾ തിരിച്ചു വന്നു. അങ്ങനെ പോട്ടി മിക്സൊക്കെ ശരിയാക്കി ഞാൻ ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുന്ന മണി പ്ലാന്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം, കട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. വീടിൻ്റെ ഫ്രണ്ട് സൈഡിന് കുറച്ച് കുഞ്ഞു പോട്ടുകളിലാക്കി ഇത്രയും സാധനം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു. ദെൻ കുറച്ച് സാധനങ്ങൾ വാതിക്കലോ ഹാങ് ചെയ്തിട്ടു. ബാക്കിയുള്ള സാധനങ്ങൾ കുറച്ച് ഡെയ്സി പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ റീപ്പോർട്ട് ചെയ്ത് അവിടെ തന്നെ വെച്ചു. അങ്ങനെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെയും വിശപ്പിൻ്റെ വിളി വന്നു. വേറെ കണ്ടല്ല, അടുക്കളയിൽ നിന്ന് നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. ചെന്ന് നോക്കുമ്പോൾ അമ്മയുടെ സ്പെഷ്യൽ മീൻ വറുത്തത്, ഇപ്പുറത്ത് ബീൻസ് തോരൻ, ഇപ്പുറത്ത് മീൻ കറി. ആഹാ, അമ്മ നല്ല അടിപൊളി കുക്കാണ് കേട്ടോ. വിഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും രാവിലെ സിനിമയ്ക്ക് പോകാൻ ചെറുതായിട്ടൊന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയോട് പറഞ്ഞു പടത്തിന് പോകാമെന്ന് പറഞ്ഞ് ഞാനും അമ്മയും കൂടെ പടത്തിന് പോകാൻ ഇറങ്ങി. ഇതാണ് ഞങ്ങളുടെ ആലപ്പുഴക്കാരുടെ പഴയ വിദ്യാ തിയേറ്റർ. ഇപ്പോഴത്തെ സ്വന്തം പാൻ. എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ഇവിടെ വന്നിരുന്ന സിനിമ കാണാനാണ്. അപ്പോൾ ഞങ്ങൾ അത് കയറി. ഈ ഒരു സൈഡിലാണ് ഞങ്ങളുടെ സീറ്റ് ഉണ്ടായിരുന്നത്. ആളുകളൊക്കെ വരുന്നുണ്ടായിരുന്നു. ഏകദേശം തിയേറ്റർ നിറഞ്ഞ രീതിക്ക് ആളുണ്ടായിരുന്നു. പടം ഒരു രക്ഷയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ടച്ചിങ് ആയിരുന്നു. എനിക്ക് പടം കഴിഞ്ഞിറങ്ങി വന്നിട്ടും ഞാൻ അതിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഹാങ് ഓവർ എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. പടമൊക്കെ കണ്ട് ഇറങ്ങി ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ പോകാനുള്ള റൂട്ടിലേക്കുള്ള ബസ് വന്നു. അങ്ങനെ ബസ് പിടിച്ച് തിരിച്ച് പോകുന്ന വീട്ടിലെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ എന്തായാലും ഒരു സൺഡേ ആണ്. നാളെ വേറെ കുറച്ച് പ്ലാൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റ ബൈ ബൈ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ വണക്കം, വന്ദനം, ബൈ ബൈ.